എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ചാപ്റ്റർ 9 പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്നാണ്. അപ്പോൾ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസിൽ നമുക്ക് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനുമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ 102 × 41 102 × 41 എന്ന് പറഞ്ഞാൽ നമുക്ക് 141ഉം 241ഉം അങ്ങനെ 100 + 2 എന്ന് 100നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കിട്ടും. അതായത് 100 + 2 × 41, അതായത് 141ഉം 241. അപ്പോൾ 141 കൂടുമ്പോൾ 4100 + 82, ദാറ്റ് ഈസ് 4182. അങ്ങനെ നമുക്ക് മനസ്സിൽ കണക്കൂട്ടാൻ പറ്റും. 102 × 41 നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോൾ 100 + 2 × 41, അപ്പോൾ 100 × 41 + 2 × 41, ദാറ്റ് ഈസ് 4100 + 82, ദാറ്റ് ഈസ് 4182. അതുപോലെ 51 × 30 വരുമ്പോൾ ഇതുപോലെ തന്നെ 51 × 30 എന്ന് പറഞ്ഞാൽ 50, 30ഉം ഒരു 30ഉം കൂടി ചേർത്താൽ മതി. അപ്പോൾ 50 × 30ഉം 130. അപ്പോൾ 50 × 30 1500, അതിനോട് ഒരു 30 ആഡ് ചെയ്യുമ്പോൾ 30, അപ്പോൾ 1530. ഇതുപോലെ നമുക്ക് 38 × 32 ചെയ്യണമെന്ന് വിചാരിക്കുക. 38നെ നമുക്ക് 30 + 8 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 32നെ 30 + 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിൽ കണക്കൂട്ടാൻ എളുപ്പവഴി വരും. കണ്ടില്ലേ, 30 + 8 × 30 + 2. അപ്പോൾ അതായത് നോക്കിയേ, 30 × 30 30 സ്ക്വയർ വരും. ബാക്കി 8 × 30ഉം ഒരു 2 × 30ഉം അങ്ങനെ 10 30 വരും. കൂടാതെ 8 × 2 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുമ്പോൾ 30 സ്ക്വയർ, 30 × 30 30 സ്ക്വയർ, 8 + 2 × 30, അതായത് ഈ കോമൺ ടേമിന്റെ സ്ക്വയർ, പിന്നെ 8ഉം 2ഉം ആഡ് ചെയ്ത് അത്രയും 30, പിന്നെ 8 × 2. അപ്പോൾ നോക്കിയേ, 30 സ്ക്വയർ നമുക്കറിയാം 3യുടെ സ്ക്വയർ 9 ആണ്. ഇവിടെ ഒരു 0 ആണ്, അപ്പോൾ 2 0 എഴുതുക. അപ്പോൾ 10 × 30 എന്ന് പറഞ്ഞാൽ 300 ആണ്. 2 × 8 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ 900 + 300 + 16, 9, ദാറ്റ് ഈസ് 1260. ഇത് നമുക്ക് മനസ്സിൽ കണക്കൂട്ടാൻ എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. അതായത് 38 പിന്നെ 30 + 8 എന്നും 32നെ 30 + 2 എന്ന് എഴുതി. അപ്പോൾ 30യുടെ സ്ക്വയർ, പിന്നെ 8 + 2 × 30, പിന്നെ 8 × 2. ഇത്രയും ടേംസ് ആണ് അതിൽ വരിക. വേറെ എക്സാമ്പിൾ 40 ടെക്സ്റ്റ് ബുക്കിലാണ്. 43 × 47 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 40 + 3 × 40 + 7 സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും നോക്കിയേ, 40 സ്ക്വയർ + 3 + 7 × 40 + 3 × 7, അതായത് 1600 + 3 + 7 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 10 × 40 400 + 21 ആഡ് ചെയ്യുമ്പോൾ നോക്കിയേ 2021 എളുപ്പത്തിൽ നമുക്ക് മനസ്സിൽ കണക്കൂട്ടാൻ പറ്റും. വേറെ ഒരു എക്സാമ്പിൾ 63 × 67, അത് എങ്ങനെ എഴുതാം? 60 + 3 × 60 + 7, അപ്പൊ 60 സ്ക്വയർ + 3 + 7 × 60 + 3 × 7 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ 60 സ്ക്വയർ എന്ന് പറയുന്നത് 3600 വരും. 3 + 7 എന്ന് പറഞ്ഞാൽ 10, 10 × 60 600 വരും. 3 × 7 21, അതായത് 4221 കിട്ടും. വേറെ ഒരു എക്സാമ്പിൾ, അപ്പൊ 103 × 107 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 100 + 3ഉം 100 + 7, അപ്പൊ 100ന്റെ സ്ക്വയർ, പിന്നെ എന്ത് പറയണം, 3ഉം 7ഉം കൂടി ആഡ് ചെയ്ത് അത്രയും 100, പിന്നെ 3 × 7 അത്രയും ടേംസ് വരും. അതായത് 100 സ്ക്വയർ + 3 + 7 × 100 + 3 × 7, ദാറ്റ് ഈസ് 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. 3 + 7 എന്ന് പറഞ്ഞാൽ 10 × 100 1000 വരും. 3 × 7 21, അപ്പൊ 10,000ഉം 1000ഉം 11,000 + 21 11,021. ഓക്കെ, ഇതിനകത്ത് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോക്കി, ഇവിടെ കണ്ടോ, 30 + 8 30 + 2, അപ്പൊ 8 + 2 × 30, അതായത് കോമൺ ടേമിന്റെ സ്ക്വയർ പ്ലസ് മറ്റ് രണ്ട് ടേംസിന്റെ സം × കോമൺ ടേം പ്ലസ് മറ്റ് രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ്. ഇവിടെ വന്നിരിക്കുക എങ്ങനെ കണ്ടോ, 3 + 7 × 40, പിന്നെ 3 × 7, അപ്പൊ ഇതിന്റെ സമ്മും ഇതിന്റെ പ്രോഡക്റ്റും. ഇവിടെ വന്നിരിക്കുന്നുണ്ടോ 3 + 7 × 60, അത് കോമൺ ടേമിന്റെ സ്ക്വയർ, പിന്നെ മറ്റ് രണ്ട് ടേംസിന്റെ സം × 60, പിന്നെ മറ്റ് രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ്. കണ്ടോ, 3 + 7 × 100, പിന്നെ 3 × 7. അപ്പൊ അങ്ങനെ ആകുമ്പോ വേറെ എക്സാമ്പിൾ നോക്കിക്കോളൂ. 51 × 52 നോക്കിക്കോളൂ.
അപ്പോൾ 50 പ്ലസ് 1 ഇൻറ്റു 50 പ്ലസ് 2 എന്ന് എഴുതാം. അപ്പോൾ 50 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 50 പ്ലസ് 1 ഇൻറ്റു 2. അപ്പോൾ 50 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2500 ആണ്. 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 50 150 വരും. പിന്നെ അതിനോട് 2 ഇൻറ്റു 1 2 കൂടി ചേർക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2652. അങ്ങനെ നമുക്ക് മനസ്സിൽ കണക്കൂട്ടാൻ എളുപ്പമാകും. വേറെ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലാണ്. 81 ഇൻറ്റു 82 എങ്ങനെ എഴുതാൻ പറ്റും? 80 പ്ലസ് 1 ഇൻറ്റു 80 പ്ലസ് 2. 80 പ്ലസ് 1 ഇൻറ്റു 80 പ്ലസ് 2 വരുമ്പോൾ കോമൺ ടൈം 80 ആണ്. അപ്പോൾ 80യുടെ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 80 പ്ലസ് 1 ഇൻറ്റു 2. അപ്പോൾ 80 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6400 പ്ലസ് 240 പ്ലസ് 2 ദാറ്റ് ഈസ് 6642. 301 ഇൻറ്റു 302 ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 300 പ്ലസ് 1 ഇൻറ്റു 300 പ്ലസ് 2 എന്ന് എഴുതാം. 300 പ്ലസ് 1 ഇൻറ്റു 300 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 300ന്റെ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 300 പ്ലസ് 1 ഇൻറ്റു 2. അതായത് 90,000. 300 സ്ക്വയർ 3യുടെ സ്ക്വയർ 9. ഇവിടെ 2 0 ആണ്. അപ്പോൾ സ്ക്വയറിൽ 4 0 ഇടണം. 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 300 900 1 ഇൻറ്റു 2 2. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 90,902. അപ്പോൾ ഈ രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ കണക്കൂട്ടാൻ എളുപ്പമായിരിക്കും. ഓക്കെ, പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇത് മൾട്ടിപ്ലൈ ചെയ്യായിരിക്കും. ഇപ്പം ചെയ്ത പ്രോസസ് തന്നെയാണ്. എന്താണ് ഇവിടെ കോമൺ ടൈം എക്സ് ആണ്. അപ്പോൾ എക്സിന്റെ സ്ക്വയർ വേണം. പിന്നെ എന്ത് വേണം? മറ്റ് 2 ടേംസിന്റെ സം ഇൻറ്റു കോമൺ ടൈം. പിന്നെ 1 ഇൻറ്റു 2. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. അതായത് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ആ ടേംസിന്റെ സമ്മും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ആ ടേംസിന്റെ പ്രോഡക്റ്റുമാണ്. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 8? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 8 എങ്ങനെ എഴുതാം? അതുപോലെ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു 8. അപ്പൊ എന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 16. അപ്പോൾ 10 എന്ന് പറയുന്നത് 2 8 ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് 16 2 ഇൻറ്റു 8. വേറെ ഒരു എക്സാമ്പിൾ. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 7. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് പിന്നെ എന്ത് പറയണം? 3 പ്ലസ് 7 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു 7 ദാറ്റ് ഈസ് 21. അപ്പോൾ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 21. ഇനി വേറെ എക്സാമ്പിൾ. അപ്പോൾ ഇതിന്റെ എല്ലാം ജനറൽ ഫോമാണ് എഴുതി. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നുള്ള എക്സ്പ്രഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. അതായത് കോമൺ ടേമിന്റെ സ്ക്വയർ പ്ലസ് മറ്റ് 2 ടേമിന്റെ സം ഇൻറ്റു കോമൺ ടേം പ്ലസ് മറ്റ് 2 ടേമിന്റെ പ്രോഡക്റ്റ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നുള്ളതാണ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. വേറെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 5. അപ്പോൾ ഇവിടെ മീനിങ് ഇതാണ്. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് മൈനസ് 5 എന്നാണ്. അപ്പോൾ ഈ രൂപമായി എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. എയുടെ സ്ഥാനത്ത് 3 ബിയുടെ സ്ഥാനത്ത് -5. അപ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 3 പ്ലസ് -5 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു -5. അപ്പോൾ എയുടെ സ്ഥാനത്ത് 3യും ബിയുടെ സ്ഥാനത്ത് -5. അത്ര ഉള്ളു വ്യത്യാസം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3 പ്ലസ് -5 എന്ന് പറഞ്ഞാൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ ഡിഫറൻസ് എടുക്കണം. 5 നിന്ന് 3 കുറയ്ക്കുക 2. വലുത് 5 ആണ്. 5ന്റെ സൈൻ നെഗറ്റീവ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x 3 ഇൻറ്റു നെഗറ്റീവ് ആയി. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് 3 ഇൻറ്റു 5 50. അപ്പോൾ നെഗറ്റീവ് 15. അതായത് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15 എന്നുള്ളതാണ് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 5. ക്ലിയർ ആയ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 2 എക്സ് സ്ക്വയർ പിന്നെ എന്ത് പറയണം? 5 പ്ലസ് -2 ഇൻറ്റു എക്സ് പ്ലസ് 5 ഇൻറ്റു -2. അതായത് കോമൺ ടേമിന്റെ സ്ക്വയർ പ്ലസ് മറ്റ് 2 ടേംസിന്റെ സം ഇൻറ്റു കോമൺ ടേം പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി 2 ടേംസ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5 -2 5 പ്ലസ് -2 എന്ന് പറഞ്ഞാൽ 5 -2 ആണ്. അത് 3 പ്ലസ് 3x 5 ഇൻറ്റു -2 -10. അപ്പോൾ നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് 3x -10 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. വേറെ എക്സാമ്പിൾ നോക്കാം. y -3 ഇൻറ്റു y പ്ലസ് 10. അപ്പോൾ y കോമൺ ടൈം. അപ്പോൾ y സ്ക്വയർ പ്ലസ് -3 പ്ലസ് 10 ഇൻറ്റു y പ്ലസ് -3 ഇൻറ്റു 10. അപ്പോൾ എന്ത് നോക്കി?
വൈ സ്ക്വയർ മൈനസ് 3 പ്ലസ് 10 എന്ന് പറയുമ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, കുറയ്ക്കണം. 10 മൈനസ് 3 7, വലുത് 10 ആണ്, പോസിറ്റീവ് 7. അപ്പൊ 10 ഇൻറ്റു മൈനസ് 3 നെഗറ്റീവ് 30. അപ്പോൾ എന്ത് കിട്ടി? വൈ സ്ക്വയർ പ്ലസ് ആൻഡ് വൈ മൈനസ് 30. അടുത്ത എക്സാമ്പിൾ എ പ്ലസ് 10 ഇൻറ്റു എ മൈനസ് 9. അപ്പൊ കോമൺ ടേം എ ആണ്. അപ്പൊ എ സ്ക്വയർ പിന്നെ 10 മൈനസ് 9 കൂട്ടി അത്രയും എ, പിന്നെ 10 ഇൻറ്റു മൈനസ് 9. അപ്പൊ എന്ത് കിട്ടി? എ സ്ക്വയർ 10 പ്ലസ് മൈനസ് 9 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1a 10 ഇൻറ്റു മൈനസ് 9 എന്ന് പറഞ്ഞാൽ 90. അപ്പൊ എ സ്ക്വയർ പ്ലസ് എ മൈനസ് 90. വേറൊരു എക്സാമ്പിൾ എക്സ് മൈനസ് 7 ഇൻറ്റു എക്സ് മൈനസ് 9. അപ്പൊ കോമൺ ടേം ഏതാണ്? എക്സ് അതിന്റെ സ്ക്വയർ പിന്നെ നെഗറ്റീവ് 7 നെഗറ്റീവ് 9 കൂടി ആഡ് ചെയ്തത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 7 പ്ലസ് മൈനസ് 9 ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് 7 ഇൻറ്റു മൈനസ് 9. അപ്പൊ എക്സ് സ്ക്വയർ ഒരേ സൈനാണ് ആഡ് ചെയ്തിട്ട് അതേ സൈനാണ് മൈനസ് 7 മൈനസ് 9 ആഡ് ചെയ്ത മൈനസ് 16. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പം ഒരേ സൈനാണ് എപ്പോഴും പ്രോഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. 7 ഇൻറ്റു 9 63. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 16 എക്സ് പ്ലസ് 63 എന്ന് കിട്ടും. വേറൊരു എക്സാമ്പിൾ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 6. അപ്പൊ ഇവിടെ അത് തന്നെ കോമൺ ടേം എക്സ് ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് നെഗറ്റീവ് 5 പ്ലസ് നെഗറ്റീവ് 6 ഇൻറ്റു എക്സ് പ്ലസ് നെഗറ്റീവ് 5 ഇൻറ്റു നെഗറ്റീവ് 6. അപ്പോൾ അവിടെയും എക്സ് സ്ക്വയർ നെഗറ്റീവ് നെഗറ്റീവ് ആഡ് ചെയ്താൽ നെഗറ്റീവ് തന്നെ 5 പ്ലസ് 6 11. അപ്പൊ നെഗറ്റീവ് 11 എക്സ് നെഗറ്റീവ് 5 ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ 5 ഇൻറ്റു 6 30. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 11 എക്സ് പ്ലസ് 30. വേറൊരു എക്സാമ്പിൾ പി മൈനസ് 7 ഇൻറ്റു പി മൈനസ് 1. അപ്പൊ ഇവിടെയും രണ്ട് നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ പി സ്ക്വയർ കോമൺ ടേമിന്റെ സ്ക്വയർ പ്ലസ് മൈനസ് 7 പ്ലസ് മൈനസ് 1 ഇൻറ്റു പി ആയി മൈനസ് 8 പി മൈനസ് 7 ഇൻറ്റു മൈനസ് 1 പോസിറ്റീവ് 7. അപ്പൊ പി സ്ക്വയർ മൈനസ് 8 പി പ്ലസ് 7. അപ്പോൾ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.